ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അർച്ചനയും കുഞ്ഞിനെയും അന്വേഷിച്ച് നടക്കുകയാണ് അനൂപും ധനുഷുമൊക്കെ. അനൂപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അർച്ചന കയറിയ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്താണ്. ഓട്ടോ ഡ്രൈവറാണെങ്കിൽ അവിടെ ഒരു കടയിൽ നിൽക്കുകയാണ്. അർച്ചന കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനാൽ അർച്ചന ഓട്ടോയിൽ തന്നെ ഇരിക്കുന്നു. അനൂപിൻ്റെ കയ്യിൽ നിന്നും ആ ഡ്രൈവർ ഇപ്പോൾ അർച്ചനയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ കാണുന്നുണ്ട്. എന്നാൽ ഡ്രൈവർ അവരെ അറിയില്ല എന്ന് പറയുന്നു. ആ ഓട്ടോയുടെ അടുത്ത് തന്നെയാണ് അനൂപ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓട്ടോ ഡ്രൈവർ വളരെയധികം ടെൻഷനിലാണ് അർച്ചനയെ കാണുമോ ഇല്ലയോ എന്നുള്ള. ആ സമയം അനൂപ് പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുകയാണ്. ആ ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ മാറി നിന്ന ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ്. അക്ക, ഒരു കോൾ എത്തിയിട്ടുണ്ട്, ഇന്ന് അവിടേക്ക് എത്താമെന്ന് പറയുന്നു. അർച്ചനയുടെ വിഷയം തന്നെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർച്ചന അങ്ങനെ ഡ്രൈവറോട് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന്. അങ്ങനെ അവരവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ സേതുവിനെ കാണിക്കുന്നു. അർച്ചന ഇറങ്ങിപ്പോയതിനാൽ സേതു വളരെയധികം വിഷമത്തിലാണ്. ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് സേതു. അങ്ങനെ പെട്ടെന്ന് തന്നെ സേതുവിന് നെഞ്ചുവേദന വരുന്നു. നെഞ്ചു വേദനിച്ചിട്ട് ഒട്ടും വയ്യാതെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് അർച്ചന മോളെ ഓടിവാ എന്നാണ് സേതു പറയുന്നത്. അവിടേക്ക് സന്ധ്യയും അനഘയും ഓടി വന്ന് സേതുവിനെ പിടിക്കുന്നു. പെട്ടെന്ന് തന്നെ സന്ധ്യ സേതുവിനെ പരിശോധിക്കുന്നു. സന്ധ്യ പെട്ടെന്ന് തന്നെ സേതുവിൻ്റെ BP നോക്കുന്നു. ശേഷം പെട്ടെന്ന് ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് സച്ചി അവിടേക്ക് വരുന്നത്. എന്തു പറ്റിയെന്ന് വളരെ ടെൻഷനോടെ സച്ചി ചോദിക്കുന്നു. സന്ധ്യ പറയുന്നുണ്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ സച്ചി സേതുവിനെ പിടിക്കാനൊരുങ്ങുമ്പോൾ സേതു വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ എന്നെ തൊട്ടു പോകരുതെന്ന്. ഇറങ്ങിപ്പോടാ, എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്നും സേതു പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. ചതിയനാണ് ചതിയൻ എന്നൊക്കെ സേതു വളരെ ദേഷ്യത്തോടെ സച്ചിയോട് പറയുന്നുണ്ട്. ബഹളം വയ്ക്കരുത് അച്ഛാ, BP കൂടും എന്നൊക്കെ സന്ധ്യയും പറയുന്നുണ്ട്. സേതുവിന് വയ്യാതെ താഴോട്ടിരുന്നു പോകുന്നുണ്ട്. BP വളരെ കൂടുതലാണ്. അർച്ചനയും മോളും ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ സേതു ചോദിക്കുന്നുണ്ട്. മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ അർച്ചന വരും. അവളല്ലാതെ എവിടെ പോകാനാ? അനഘയെ സേതുമാധവനെ ഏൽപ്പിച്ചിട്ട് സന്ധ്യ അങ്ങോട്ടേക്ക് പോകുന്നു. സച്ചിയാണെങ്കിൽ വളരെ വിഷമത്തോടെ സേതുമാധവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ സന്ധ്യ വന്നിരിക്കുന്നത്. സച്ചി അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ സന്ധ്യ സച്ചി എന്ന് വിളിക്കുന്നു. എന്നിട്ട് സന്ധ്യ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകാനൊരുങ്ങുന്നതെന്ന്. ഉടനെ സച്ചി പറയുന്നുണ്ട് തെറ്റ് എൻ്റെ ഭാഗത്താണ്. പറയേണ്ട സമയത്ത് ഞാൻ അർച്ചനയോട് ഒന്നും പറഞ്ഞില്ല. എനിക്കെല്ലാം തിരുത്തണം. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും അർച്ചനയെ എനിക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ തന്നെ നന്ദേട്ടനും ധനുഷും കൂടി പോലീസിന് വിവരങ്ങളൊക്കെ അറിയിച്ചു കാണും. അവർ ഉടനെ തന്നെ അർച്ചനയെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും എന്നൊക്കെ സന്ധ്യ പറഞ്ഞു. സച്ചി ഇപ്പോൾ എവിടേക്കും പോകരുത്. അച്ഛന് നന്നായി BP കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഉടനെ സച്ചി പറയുന്നുണ്ട് ഇല്ല സന്ധ്യേച്ചി, ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ അച്ഛന് BP കൂടത്തേ ഉള്ളൂ. എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ സന്ധ്യ പറയുന്നുണ്ട് അന്വേഷിച്ച് പോയിരിക്കുന്നവർ അർച്ചനയെ കൊണ്ടുവരൂ. എന്നാൽ അച്ഛൻ്റെ കാര്യം അങ്ങനെയല്ല, വളരെ സീരിയസ് ആണ്. ഏത് നിമിഷം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. സച്ചി വിഷമിക്കണ്ട, അർച്ചനയും കുഞ്ഞിനെയും നന്ദേട്ടൻ തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് സന്ധ്യ അകത്തേക്ക് പോകുന്നു. ഈ സമയം അനൂപ് അവിടെ എല്ലാം അർച്ചനയെ തിരയുന്നുണ്ട്. കടകളിലും കാണുന്ന ആളുകളോടും എല്ലാം അർച്ചനയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ഓട്ടോ ഡ്രൈവർ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്നും പിണങ്ങിയാണോ ഇറങ്ങിയിരിക്കുന്നതെന്ന്. ആര് പറഞ്ഞു എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നി. എനിക്കും ഇതുപോലൊരു അനീതിയുണ്ട്. ഭർത്താവ് അവളെ എന്തോ പറഞ്ഞപ്പോൾ അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. അതെ എന്ന് അർച്ചന പറയുന്നു. നന്ദനും ധനുഷും അർച്ചനയെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന്. ഇനി സ്വന്തം വീട്ടിലേക്കാണോ എന്നും ചോദിക്കുന്നു. അപ്പോൾ അർച്ചന പറയുന്നുണ്ട് അല്ല, ആരും അന്വേഷിച്ച് വരാത്ത ഒരിടത്തേക്ക് പോകണമെന്ന് അർച്ചന പറഞ്ഞു. ദൂരെ എങ്ങോട്ടെങ്കിലും എന്ന് അർച്ചന പറയുന്നു. പെങ്ങളെ, നിങ്ങൾ എന്തായി പറയുന്നത്? നേരം സന്ധ്യയാകാൻ പോകുന്നു. ഈ നേരത്ത് കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ എവിടേക്ക് നിങ്ങൾ പോകും? വേണമെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. ഭർത്താവിനോടുള്ള പിണക്കം പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ആ ഡ്രൈവർ പറയുമ്പോൾ അർച്ചന പറയുന്നു ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. എന്നെ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കൊണ്ട് വിട്ടാൽ മതി. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം.
ഈ സമയത്ത് നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കും പോകില്ല, പുറം ലോകം അത്ര സുരക്ഷിതമല്ല എന്നൊക്കെ ഡ്രൈവർ പറയുമ്പോൾ അർച്ചന പറയുന്നു, അതൊക്കെ എനിക്കറിയാം. ഏത് പ്രതിസന്ധി വന്നാലും അത് എങ്ങനെ നേരിടാമെന്നുള്ള ധൈര്യം എനിക്കുണ്ട്. പിന്നെ ഇവിടെ പോലീസും നിയമമൊക്കെ ഉണ്ടല്ലോ. ചുറ്റിനുമുള്ള മനുഷ്യരെല്ലാവരും ചതിയരും വഞ്ചകരുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അർച്ചന ഇങ്ങനെ പറയുന്നത് കേട്ട് ആ ഡ്രൈവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല, ധൈര്യമുള്ളവളാണ്. എന്നിട്ട് ആ ഡ്രൈവർ അർച്ചനയോട് ചോദിക്കുന്നു, അനിയത്തി, വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇതുപോലെ മനസ്സ് വിഷമിച്ച് വരുന്ന ഒരുപാട് പേരെ സഹായിക്കുന്ന സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. ഒറ്റയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് ഒരു അപകടത്തിലും ചെന്ന് ചാടാതെ വിശ്വസിച്ച് കുഞ്ഞുമായി പോകാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് ഡ്രൈവർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ എവിടേക്കുമില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതിയെന്ന് പറയുന്നു. ഈ സമയം സേതുമാധവൻ വീണ്ടും അർച്ചന പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്നേഹിയും അനഘയും എല്ലാം അർച്ചനയെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കമലയാണെങ്കിൽ ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല. സമാധാനിപ്പിക്കാൻ അടുത്ത് ആതിരയും ഉണ്ട്. നന്ദനും ധനുഷും അർച്ചനയെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയം സന്ധ്യ നന്ദനെ വിളിക്കുന്നു. എന്താ, എല്ലായിടത്തും അന്വേഷിച്ചു, ഇതുവരെയായിട്ടും ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് നന്ദൻ സന്ധ്യയോട് പറയുന്നു. എവിടെയും അന്വേഷിച്ചിട്ട് അർച്ചനയെ കണ്ടെത്താൻ പറ്റാത്തതിനാൽ അനു ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. മോനെ, അവളെ കിട്ടിയോ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് കമല അനൂപിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇല്ല, കിട്ടിയില്ല എന്ന് വളരെ സങ്കടത്തോടെ പറയുകയാണ് അനൂപ്. ഈ സമയം ധനുഷും നന്ദനും അവിടേക്ക് വരുന്നു. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട്. സച്ചി അപ്പോൾ അവിടേക്ക് വരുന്നു. ഇത് കണ്ട് അനൂപ് വളരെ ദേഷ്യത്തോടെ സച്ചിയുടെ കാരണം നോക്കിയൊരെണ്ണം കൊടുക്കുന്നു. നീ ഒറ്റൊരുത്തന എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് സച്ചിയുടെ കോളറിന് കുത്തിപ്പിടിക്കുകയാണ് അനൂപ്. അനൂപേ, അവനെയൊന്നും ചെയ്യരുത് എന്ന് സേതു പറയുന്നു. നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലിയാൽ അർച്ചനയെ കിട്ടുമോ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അന്വേഷിക്കാം, എന്നിട്ട് ബാക്കി പറഞ്ഞു തീർക്കാം എന്ന് പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, എൻ്റെ പെങ്ങൾക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് വളരെ ദേഷ്യത്തോടെ സച്ചിയോട് പറയുകയാണ് അനൂപ്. അമ്മേ വാ, എന്തിനാ ഇനിയും ഇവിടെ നിൽക്കുന്നത് എന്ന് അനൂപ് കമലയോട് പറയുന്നു. കമല കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെയെല്ലാം വളരെയധികം വിശ്വസിച്ചു പോയി. എൻ്റെ 2 പെൺമക്കളെയും ഞാൻ ഈ വീട്ടിലേക്കാണ് അയച്ചത്. എന്നിട്ടിപ്പോൾ അതിലൊന്നിനെ കാണുന്നില്ല. അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയെന്ന്. സേതുവേട്ടാ, കുഞ്ഞിനെ കൊണ്ട് അവൾ എന്തെങ്കിലും കടുകയോ ചെയ്താൽ ഞാൻ എങ്ങനെ സഹിക്കും? അമ്മേ, മനഃപൂർവ്വം ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അനിയത്തിയായിട്ടല്ല, ഒരു മകളെ പോലെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. നമുക്കവളെ കണ്ടുപിടിക്കാം, ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിക്കാം എന്നൊക്കെ നന്ദൻ പറയുന്നു. സേതു വളരെയധികം ദേഷ്യത്തോടെ സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് സച്ചിയെ കയറി പിടിച്ചിട്ട് പറയുന്നു, ഇറങ്ങിപ്പോടാ, എന്തിനാണ് നീ ഇനി ഇവിടെ നിൽക്കുന്നത്? ഈ അമ്മയുടെ കരച്ചിൽ നീ കേട്ടില്ലേ? നീയാണ് എല്ലാത്തിനും ഉത്തരവാദി. അർച്ചനയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കായിരുന്നു. നീ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അവളെയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് ഇനി കയറിപ്പോകരുത്. ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. ഞങ്ങളും ഇറങ്ങുകയാണ്, ഞങ്ങൾ പോവുകയാണ്. എനിക്കിനി ഇവളേ ഉള്ളൂ. ഇവൾക്കും ഇനി നാളെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് കമല വളരെയധികം സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്നു. സച്ചി മുറിയിലേക്കും പോവുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.